ഹായ് എവ്രി വൺ. അപ്പോൾ ഇത് ന്യൂ മൂൺ എനർജീസ് ആണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ടാരോ റീഡിങ്സ് നോക്കാം. ഗൈഡൻസസ് ആയിട്ട് ഇറ്റ്സ് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. എപ്പോൾ കാണുന്നു നിങ്ങൾക്ക് അപ്പോൾ ഇത് റെസനേറ്റഡ് ആകാം. കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. ഒരു ജെൻഡർലെസ് ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇപ്പോൾ ഒരു മെയിലാണ് എങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണ് പറയുന്ന അനുസരിച്ച് എടുക്കുക കേട്ടോ. ഓക്കെ. ഇപ്പോൾ കാർഡ്സിൽ വരുന്നതാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ അനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ന്യൂ മൂൺ മെസ്സേജസ് നോക്കാം. ടാരോ റീഡിങ്സ് എടുക്കാം. മൂണോളജി കാർഡ്സ് എടുത്ത് പിന്നെ നമുക്ക് കുറച്ച് ചിറ്റ്സ് എടുക്കാം. ഓക്കെ. ഫസ്റ്റ് കിട്ടിയ കാർഡ് തന്നെ ഡെത്താണ് കാണിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻസ് ആണ്. ശരിക്കും ഈ ന്യൂ മൂൺ നിങ്ങൾക്ക് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ആണ്. നിങ്ങൾ പുഷ് ചെയ്ത് നിങ്ങളുടെ എത്തേണ്ട ഗോളിലേക്ക് പുഷ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. ഡെത്താണ്. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. പെയിൻഫുൾ ആയിരിക്കും. പക്ഷേ ആ പെയിൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ ആൻസേഴ്സ് തരും. അത് ഡെഫിനറ്റായിട്ട് നല്ലതായിരിക്കും. ഗുഡ് കോസിനുള്ള പെയിൻ ആയിരിക്കും. ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് അബൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന മാർഗ്ഗങ്ങൾ, ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈസി ആയിട്ട് വരുന്നു. ആൻഡ് ചാരിറ്റ് കാർഡ് നെക്സ്റ്റ് കാർഡ്. കുറേ നാളായിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് കാണണം എന്നും ഉണ്ടെങ്കിൽ ദേ ആർ കമ്മിങ് ടുവേർഡ്സ് യു. കൂടെ ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടി വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ ദൂരയാത്രയ്ക്ക് കുറേ നാൾ പ്ലാൻ ചെയ്തിട്ട് അത് ഈ സമയം നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നത്. എനർജീസ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. 7, 9, 13 നമ്പേഴ്സ് വന്നിട്ടുള്ളത്. ചീറ്റിംഗ് എനർജി. ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ എനർജി ചീറ്റിംഗ് എനർജി അവർക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൺഫർമേഷൻ ദേ ആർ ഗെറ്റിംഗ് ചീറ്റഡ്. അല്ലെങ്കിൽ അതൊരു എനർജി വരുന്നുണ്ട്. അവർക്ക് അവരുപാട് കാര്യം ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് മേ ബി നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് വെച്ചിട്ടൊക്കെ ആയിരിക്കും. അവരുടെ ലൈഫിൽ നിന്നൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതിന് സൂചനയായിട്ടാണ് ചീറ്റിംഗ് കാർഡ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. നിങ്ങളും ശ്രദ്ധിക്കുക. ചീറ്റിംഗ് എനർജി വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. ഏത് എനർജിയാണോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത് ഫെമിനിൻ എനർജി ആണെങ്കിൽ അവർ വീക്കായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഇനി അവർക്ക് ഇനി നിങ്ങളെ മേലധികം പവറില്ല. ഒരുപാട് അവരുടേതായിട്ടുള്ള സൃഷ്ടികൾ നിങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നൗ അവരുടെ എനർജി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു എനർജീസ് നിങ്ങളുടെ പേഴ്സണെയോ നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ട്, ബ്ലാക്ക് മാജിക്കോ വാട്ട് എവർ ഇറ്റ് ഈസ്, ആ എനർജീസ് ഒക്കെ ഡൗൺ ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നെക്സ്റ്റ് കാർഡ് ഹാങ്ഡ് മാൻ ആണ്. മേ ബി നമ്മൾ ചില സമയത്ത് സ്റ്റക്ക് എനർജിയിലാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം സ്റ്റക്ക് ആക്കുന്നത് എന്താണ്, നമുക്ക് എന്തോ ഒരു കാര്യം അവിടെ പഠിക്കാനുണ്ട് ആ ലൂപ്പിൽ. അത് നമ്മൾ പഠിക്കാതെ ആവുമ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റില്ല. ആ ഒരു പാഠം പഠിച്ചിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത്, നെക്സ്റ്റ് ലെസൺസ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ലെസൺ നിങ്ങൾ പഠിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റക്കായിട്ട് പോകും. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് ഇരുന്ന് എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ലൈഫും ഈ സ്പിരിച്വാലിറ്റി എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഞാൻ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഏതാണ് എനിക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്, എവിടെയാണ് എൻ്റെ സോൾ ഹാപ്പി ആകുന്നത്, മോർ ദൻ ഹാപ്പി പീസ് ആകുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് റീ ഇവാലുവേറ്റ് ചെയ്ത് ബുക്കും പെണ്ണെടുത്ത് എഴുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക. 1 ഇയർ ഗോളൊക്കെ എഴുതുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റെപ്സ് എടുക്കുമ്പോൾ ഈ ഹാങ്ഡ് മാൻ എനർജി മാറി വരും. ഇതും ഒരു റിവേഴ്സ് എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ. കാരണം ക്ലാരിറ്റി നന്നായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടുന്നതിന് അത് കാര്യമില്ല. ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ അതിപ്പോൾ എല്ലാവരും കാണുന്നതായിരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട. ഏഞ്ചൽ നമ്പേഴ്സ് എല്ലാവരും കാണുന്നില്ല. ചൂസൺ വൺസ് മാത്രമേ കാണുന്നുള്ളൂ. സംതിങ് അത് പറയുകയാണ്, നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൺട്രോളിൽ നിന്നല്ല, ഞങ്ങളുടെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ജേണിയിലാണ്, നിങ്ങളെ ഫോക്കസ് ചെയ്യുക. ബാക്കിയെല്ലാം ഞങ്ങൾ നിങ്ങളെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡോണ്ട് ട്രസ്റ്റ് കളയല്ലേ, വിശ്വസിക്കൂ, ഈ പ്രപഞ്ചത്തെ വിശ്വസിക്കൂ, ഈ എനർജി വിശ്വസിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യാതിരിക്കുക. അബാൻഡൻമെൻറ്റ് ഇഷ്യൂസ്. മേ ബി നിങ്ങൾക്ക് സർഫസിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ചെറുതിലേക്ക് കിട്ടിയിട്ടുള്ള അബാൻഡൻമെൻറ്റ് നിങ്ങളെ ആരും വാല്യൂ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ കൂടുതലും എന്താ ചെയ്യുക, അവരധികം ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. അവർക്ക് അങ്ങനെ ആരും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനത്തെ അബാൻഡൻമെൻറ്റ് ഇഷ്യൂസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൊക്കെ പോയി അതിനെ ഒന്ന് അപ്സെറ്റാണ്. അപ്പോൾ മിറർ എക്സസൈസ് വഴി 4 സ്റ്റെപ്സ് ഉണ്ടല്ലോ, അതുവഴി നിങ്ങൾ ക്ലിയർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസസ് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്ലാരിറ്റി ആൻഡ് ഓപ്പണിങ്സ് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മെയിൻ കാരണം അബാൻഡൻമെൻറ്റ്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു റിസ്ക് എടുത്ത് പോയാലും അവരെന്നെ ഉപേക്ഷിച്ചാലും അപ്പോൾ അങ്ങനെ ഒരുപാട് ചിന്ത വരുന്നത് ഫ്രം ഇൻസെക്യൂരിറ്റീസ്, ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ട്രോമ, അബാൻഡൻമെൻറ്റ്, റിജക്ഷൻസ്. അപ്പോൾ അത് ഹീൽ ചെയ്യുക. 8 കപ്പ് ഉപേക്ഷിച്ചിട്ട് 2 കപ്പിനെ തേടി പോകുന്ന പേഴ്സണാണ്. ആൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സിറ്റുവേഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇത് 2 കപ്സ് വരും. പക്ഷേ 8 കപ്പാണോ 2 കപ്പാണോ വലുത്?
8 ലെവലിൽ ഇരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെ ഈ ചലഞ്ചസിനൊന്ന് ഫേസ് ചെയ്യാതെ ആൾ സുഖമായിട്ട് കടന്നു പോവുകയാണ്. ഒരു എസ്കേപ്പിസമാണ്. പക്ഷെ നമ്മൾ ലൈഫിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഇപ്പോൾ ഒരാളിൽ നിന്ന് ഓടി പോവുകയാണ്. അപ്പോൾ ആ ഒരു സെയിം പാറ്റേൺ വേറെ ആളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അങ്ങനെയാണ് ലൈഫ് ടീച്ച് ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ലൈഫിൽ വരുന്നത് നല്ലതും മോശവുമായിട്ടുള്ള അനുഭവം ടീച്ച് ചെയ്യാനും ലെസൺസ് തരാനുമാണ്. ഓക്കെ, സോ 8 ഓഫ് കപ്സ് ആണ്. ആദ്യം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് വർക്ക് ഓൺ യുവർ കണക്ഷനൊക്കെ മുന്നേ വർക്ക് ഓൺ യു. നമ്മളിൽ വർക്ക് ചെയ്യുക കേട്ടോ. ഒരു കാർഡാണ് 10 ഓഫ് കപ്സ് ആണ്. എന്തൊക്കെയോ ഒരു മീറ്റിംഗ്, യൂണിയൻ എനർജീസൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും കുറേ നാളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന പേഴ്സണെ കാണാനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യാനും നല്ലൊരു സ്റ്റാർട്ട് ഉണ്ടാവാനും ഒരുപാട് ക്ലാരിറ്റി, നിങ്ങളുടെ സോള് ഇനി അങ്ങോട്ട് പീസിലേക്ക് പോകാനുള്ള ചാൻസസ് കാണിക്കുന്നു. ഒരു മിനി യൂണിയനായിട്ട് കാണുന്നുണ്ട് കേട്ടോ. യെസ്, നെക്സ്റ്റ് കാർഡ് നോക്കൂ. ഏസ് ഓഫ് കപ്സ് ആണ്. ഒരു ന്യൂ ബിഗിനിങ്സ് ഇൻ യുവർ റിലേഷൻഷിപ്സ്. നിങ്ങളുടെ പ്രണയത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയ ബിഗിനിങ്സ് വരുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് പറയുന്നത്. നല്ല രീതിയിലുള്ള പ്രണയം അല്ലെങ്കിൽ ലവ് അല്ലെങ്കിൽ എന്താണ് നല്ല ചാൻസസ് ആണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങളായിട്ട് മനസ്സിലാക്കുന്ന ഓവർഫ്ലോയിങ് ഓഫ് ലവ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഓപ്പൺ ഹാർട്ട് ചെയ്ത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് പ്രണയം. ഇങ്ങനെ തുളുമ്പാണ്. അതവർക്ക് ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി അവർ അങ്ങനെ പറയില്ലേ, നമുക്ക് എന്തും ഹോൾഡ് ചെയ്യാനൊരു സമയപരിധിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭാരമായിരിക്കും. അപ്പോൾ അത് അവർ റിലീസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അവരുടെ ഉള്ളിലുള്ള നിങ്ങളോടുള്ള കാര്യങ്ങൾ പറയാനും ഉള്ള ചാൻസസ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ആണ്. സിംഗിൾസ് ആണെങ്കിൽ പുതിയ റിലേഷൻഷിപ്സ് വരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എല്ലാവർക്കും നല്ല നിങ്ങളുടെ ഡെസ്റ്റിനി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. എന്തായാലും വരുന്നത് നല്ലൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര എയറിലായിരിക്കും എന്ന് പറയില്ല, ഭയങ്കര ഹാപ്പിനെസ്സിൽ ഓവർലോഡ് നിൽക്കുന്ന എനർജീസ് ആയിരിക്കും. 2 ഓഫ് വൺസ് ആണ്. അബ്രോഡൊക്കെ പോകാൻ നോക്കുന്നവർ, വെക്കേഷനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പോകാൻ നോക്കുന്നവർക്ക് അതിലുള്ള ടൈമാണ്. ആൻഡ് ജോലി റിലേറ്റഡ് ആയിട്ടും കാണിക്കുന്നുണ്ട്. വർക്ക് ചെയ്യുക, ഇറ്റ് വിൽ ഗെറ്റ്. ആൻഡ് ചെറിയൊരു എനർജി ബ്ലാക്ക് മാജിക്കിൻ്റെ കാണിക്കുന്നത്. അത് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ചെറിയ എനർജി അത് കാണിക്കാം. അതിന് സംബന്ധമായിട്ട് സോളാർ പ്ലെക്സസ് ചക്രയിലൊക്കെ ഒരു ഡിസ്റ്റർബൻസസ് വയറിന്. കാരണം ഈ ഡെവിൾ എനർജി അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജീസ് കൂടുതലും വയറിൻ്റെ അവിടെയാണ്. ഈ നമ്മുടെ നാവിലിൻ്റെ മുകളിൽ താഴേക്കായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെയാണ് കൂടുതലും വന്ന് അടിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സോളാർ പ്ലെക്സസ് ചക്രയെ നന്നായിട്ട് വർക്ക് ചെയ്യുക. റാം ബീച്ച് മന്ത്ര നന്നായിട്ട് ചൊല്ലുക. റേക്കി പഠിച്ചവർക്ക് എനർജി എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സോളാർ പ്ലെക്സസിനെ ഹീൽ ചെയ്യാം. ഡിസ്റ്റൻറ്റ് ഹീലിങ്സ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുകയാണ് യു ആർ അണ്ടർ ഒരു ആരുടെ കൺട്രോളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എനർജി പൊട്ടിക്കാനൊക്കെ സാധിക്കും കേട്ടോ. കോഡ് കട്ടിങ് ചെയ്യാം. ഓക്കെ, ഇതിൽ ഒരുപാട് സ്പിരിച്വൽ മെത്തേഡ്സ് ഉണ്ട്. നിങ്ങൾ ചെയ്താലേ അതിൻ്റെ വർക്ക് വരുള്ളൂ, മീൻസ് അതിൻ്റെ പ്രോഗ്രസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇനി നമുക്കൊരു മെസ്സേജസ് എടുക്കാം. മൂണോളജി, മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് കാണിക്കുന്നു ഒരു കാർഡ്. ഓക്കെ, എ വിൻ വിൻ ഔട്ട്കം ഈസ് ഫോർകാസ്റ്റ്. നിങ്ങൾക്ക് ജയിക്കാനുള്ള 50-50 ചാൻസ് കാണിക്കുന്നുണ്ട്. ഷോ ദ വേൾഡ് ദ റിയൽ യു. ഇതൊന്ന് റീഡ് ചെയ്തപ്പോഴും ഈ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോൾഡ് യുവർ വിഷൻ. നിങ്ങളുടെ ആഗ്രഹം. ഇനിയിപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ ട്വിൻ ഫ്ലെയിം യൂണിയൻ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതിൽ എന്ത് സിറ്റുവേഷൻസ് വന്നാലോ DM മാരീഡായി അല്ലെങ്കിൽ എൻഗേജ്ഡായി, അപ്പോൾ ഇനി നടക്കില്ല. അതാ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി സ്പിരിച്വലി മാരീഡാണ് നിങ്ങൾ. അപ്പോൾ അത് ആ ഒരു ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. 3D നോക്കണ്ട, 5D നിങ്ങൾ എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പോൾ ഹോൾഡ് യുവർ വിഷൻ, ക്ലെയിം യുവർ ട്വിൻ ഫ്ലെയിം യൂണിയൻ. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ കരിയറിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാം. ലാസ്റ്റ് കാർഡും കൂടി എടുക്കാം. യെസ്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെ സേഫായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ന്യൂ മൂൺ എനർജി തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കാണിക്കുന്ന എനർജീസ്. അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുവാണെങ്കിൽ എടുക്കാം. ഓക്കെ, ഈ ന്യൂ മൂൺ കൊണ്ടുവരുന്ന മെസ്സേജസും ഗൈഡൻസസും ഇത് ശരിക്കും ടാരോ റീഡിങ്സ് മാത്രം കാണാതിരിക്കുക. ന്യൂ മൂണിൻ്റെ കിടപ്പ് ചിലവർ കേൾക്കാറില്ല. സ്പിരിച്വലി പോകുന്നവർ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇതിലും നിങ്ങൾക്ക് മെസ്സേജസ് കിട്ടിയില്ലേ, ഇതും നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴാണ് ചേഞ്ചസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മെസ്സേജസും ചുമ്മാ അതിന് വാല്യൂ കൊടുക്കാതിരിക്കരുത്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മൂടൽമഞ്ഞ് മാറുന്ന പോലെയാണ്. ഇന്നലെ ഒരു ക്ലയൻറ്റിന് ഒരു കോഡ് കട്ടിങ് വന്ന സമയത്ത് ഞാനൊരു മെഡിറ്റേഷൻസ് കൊടുക്കാറുണ്ട്. അത് കൊടുത്തപ്പോൾ അവരെന്നെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര മൂടൽമഞ്ഞ് മാറിപ്പോകുന്ന പോലെ, ഭയങ്കര ക്ലാരിറ്റി, ഭയങ്കര റിലാക്സേഷൻസ് വരുന്നു. കാരണം നമ്മുടെ ആ ഒരു ഇത്ര നാൾ എടുത്ത് വെച്ചിട്ടുള്ള ഭാരം ഇറക്കി
കുറയ്ക്കാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, റിലീസ് ചെയ്യിപ്പിക്കുകയാണ്. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്താലും പെട്ടെന്ന് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യും. കാരണം ആ ഒരു എനർജീസൊക്കെ പോയി. ഇപ്പോൾ നിങ്ങൾ ഫ്രീ ഫ്ലോ ആണ്, ഫ്ലോട്ടിങ് എനർജി ആകുമ്പോൾ നിങ്ങൾക്ക് നല്ല വൈബ്രേഷൻ ആയിരിക്കും. അതാണ് മെഡിറ്റേഷൻസിൻ്റെയൊക്കെ പവർ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എനർജീസിന് ഡീക്ലട്ടർ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുക. ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ മടിയുള്ളവർ ജസ്റ്റ് ഒന്ന് അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുക. നല്ല രീതിയിൽ പ്രാണായാമം ചെയ്താലും മതി, നിങ്ങളുടെ എനർജി ഫ്ലോ സൂപ്പർബാക്കാൻ സാധിക്കും. ഓക്കെ, എപ്പോൾ ടെൻഷൻസ് വന്നാലും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. നമ്മുടെ ബ്രീത്തിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാമാവും. ഓക്കെ, ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്യുക. നന്നായിട്ട് പുല്ലിലോ മണ്ണിലൊക്കെ നടക്കുക, ചെരുപ്പിടാതെയൊക്കെ നടക്കുമ്പോൾ പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് മെസ്സേജസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുകയാണെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ലീവ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ സബ് കോൺഷ്യസ് ഹീലിങ്സ് അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിങ്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, മീൻസ് കോൺടാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യുക, പ്രീ ബുക്ക് ചെയ്യുക. ഇപ്പം നാളേക്ക് റീഡിങ് വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് റീഡിങ്സ് എടുക്കുന്നത് കേട്ടോ. ഇന്ന് വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്ത് എനിക്ക് ഇപ്പോൾ തന്നെ റീഡിങ് തന്നു കഴിഞ്ഞാൽ ചാൻസസ് കുറവായിരിക്കും. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഷെഡ്യൂളിംഗ് ഉണ്ടായിരിക്കും, ക്ലാസ്സസ് ഉണ്ടാകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും എല്ലാം കൂടി നമുക്കൊരു ദിവസം നടക്കില്ല. അതുകൊണ്ടാണ് പ്രീ ബുക്ക് ചെയ്യാൻ. ആൻഡ് കൂടെ നിങ്ങളുടെ എനർജി ഒന്ന് കാമറാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രോപ്പർ റീഡിങ്സ് വേണമെങ്കിൽ എനർജീനെ ഒന്ന് കാം ചെയ്ത് കൂൾ ചെയ്തിട്ട് വേണം റീഡ് ചെയ്യാൻ. അതാണ്. ഓക്കെ, സോ താങ്ക് യു.